എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂൾസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, അക്കൗണ്ട് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പേപ്പറാണ് കേരള സർവീസ് റൂൾസ്. ഇതിന് 2 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. KSR വോളിയം 1 ആൻഡ് KSR വോളിയം 2. ജനറൽ സർവീസ് കണ്ടീഷൻസ് ആൻഡ് ട്രാവലിംഗ് അലവൻസിനെ പറ്റിയിട്ടാണ് KSR വോളിയം 1-ൽ പ്രതിപാദിക്കുന്നത്. അതേപോലെ പെൻഷനെ കുറിച്ച് KSR വോളിയം 2-ൽ പ്രതിപാദിക്കുന്നു. ഈ 2 പുസ്തകങ്ങളും പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നവയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജനുവരി വിജ്ഞാനപ്രകാരം നടന്ന കേരള സർവീസ് റൂൾസിൻ്റെ ലോവർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ നോക്കാം. ടെമ്പററി പോസ്റ്റ് മീൻസ് താൽക്കാലിക പോസ്റ്റ് അർത്ഥമാക്കുന്നത്. ആൻസർ: എ പോസ്റ്റ് സാങ്ഷൻ ഫോർ എ ലിമിറ്റഡ് പീരീഡ് ആൻഡ് ക്യാരിയിങ് ഡെഫിനിറ്റ് സ്കെയിൽ ഓഫ് പേ. ഒരു പരിമിത കാലയളവിലേക്ക് അനുവദിച്ചതും നിശ്ചിത ശമ്പള സ്കെയിലിൽ വഹിക്കുന്നതുമായ ഒരു തസ്തിക. മാക്സിമം നമ്പർ ഓഫ് ലീവ് നോട്ട് ഡ്യൂ ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഫോർ ഹിസ് എൻറ്റയർ സർവീസ്. ഒരു ഉദ്യോഗസ്ഥന് അവൻ്റെ മുഴുവൻ സേവനത്തിനും നൽകാവുന്ന പരമാവധി ലീവ് നോട്ട് ഡ്യൂ. ആൻസർ: 360 days, 360 ദിവസം. ഫീ മീൻസ് ഫീസ് അർത്ഥമാക്കുന്നത്. ആൻസർ: പേയ്മെൻറ്റ് ടു ആൻ ഓഫീസർ ഫ്രം എ സോഴ്സ് അതർ ദാൻ ജനറൽ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിൻ്റെ പൊതുവരുമാനം ഒഴികെയുള്ള ഒരു സ്രോതസ്സിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ പേയ്മെൻറ്റ്. ഇത് KSR വോളിയം 1-ൻ്റെ ഡെഫിനിഷൻ എന്ന ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് സബ്സിസ്റ്റൻസ് അലവൻസ്? എന്താണ് ഉപജീവന അലവൻസ്? ആൻസർ: മന്ത്ലി അലവൻസ് ഗ്രാൻഡഡ് ടു ദ ഓഫീസേഴ്സ് ഹൂ ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ. സസ്പെൻഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രതിമാസ അലവൻസ് അനുവദിച്ചു. ബെയറിംഗ് ഓഫ് ഇൻക്രിമെൻറ്റ്സ് വിത്തൗട്ട് കമ്മ്യൂലേറ്റീവ് ഇഫക്റ്റീസ്. ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഇല്ലാതെ ഇൻക്രിമെൻറ്റുകൾ തടയുന്നത്. ആൻസർ: ഇൻക്രിമെൻറ്റ്സ് ആർ വിത്ത് ഹെൽഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ആൻഡ് ലേറ്റർ റിലീസ് ദം വിത്ത് പ്രീവിയസ് ഇഫക്റ്റ് ആൻഡ് വിത്തൗട്ട് എനി മോണിറ്ററി ബെനിഫിറ്റ്. ഇൻക്രിമെൻറ്റുകൾ ഒരു പ്രത്യേക കാലയളവിലേക്ക് തടഞ്ഞു വയ്ക്കുകയും പിന്നീട് അവ മുൻകാല പ്രാബല്യത്തോടെയും പണപരമായ ആനുകൂല്യങ്ങളില്ലാതെയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. മാക്സിമം പീരീഡ് ഓഫ് ജോയിനിങ് ടൈം അഡ്മിസിബിൾ. ജോയിനിങ് ടൈമിൻ്റെ പരമാവധി കാലയളവ് എത്രയാണ്? ആൻസർ: 30 days ഇൻക്ലൂഡിംഗ് സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ്. ഞായറാഴ്ചകളും അവധി ദിനങ്ങളും ഉൾപ്പെടെ 30 ദിവസം. An officer who retired from service have total service of 29 years, 2 months and 3 days. His qualifying service for pension will be. സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് ആകെ 29 വർഷവും 2 മാസവും 3 ദിവസവും സേവനമുണ്ട്. പെൻഷനുള്ള അവൻ്റെ യോഗ്യതാ സേവനം. ആൻസർ: 30 years, 30 വർഷം. ലീവ് സാലറി അഡ്മിസിബിൾ ലീവ് ഫോർ സ്റ്റഡി പർപ്പസ്. പഠന ആവശ്യത്തിനായി ലീവ് സാലറി അനുവദനീയമായ അവധി. ആൻസർ: നോ ലീവ് സാലറി ഈസ് അഡ്മിസിബിൾ. ലീവ് ശമ്പളമൊന്നും അനുവദനീയമല്ല. അൺഓതറൈസ്ഡ് ആബ്സെൻസ് ബിയോണ്ട് ലീവ് പീരീഡ് ഈസ് കോൾഡ്. അവധിക്കാലത്തിന് ശേഷമുള്ള അനധികൃത അസാന്നിധ്യത്തെ അറിയപ്പെടുന്നത്. ആൻസർ: ഓവർസ്റ്റയാൽ ഓഫ് ലീവ്. ലീവ് ഓവർസ്റ്റയാൽ. റേറ്റ് ഓഫ് ഇൻസിഡൻ്റൽ ചാർജസ് അഡ്മിസിബിൾ ടു എ ഗ്രേഡ് 1 ഓഫീസർ ഫോർ എ കിലോമീറ്റർ. ഗ്രേഡ് 1 ഓഫീസർക്ക് 1 കിലോമീറ്ററിന് അനുവദനീയമായ സാന്ദർഭിക ചാർജുകളുടെ നിരക്ക്. ആൻസർ: 90 പൈസ, 90 പൈസ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. എലിജിബിൾ ക്ലാസ് ഓഫ് ട്രാവൽ ബൈ റെയിൽ ഫോർ എ ഗ്രേഡ് 2B ഓഫീസർ. ഗ്രേഡ് 2B ഓഫീസർക്ക് റെയിൽ യാത്രയ്ക്കുള്ള യോഗ്യതയുള്ള ക്ലാസ്. ആൻസർ: 3rd AC.
An officer with a basic pay of rupees 59,300 is included in the category of. അടിസ്ഥാന ശമ്പളം 59,300 രൂപയുള്ള ഒരു ഉദ്യോഗസ്ഥനെ താഴെ പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻസർ ഗ്രേഡ് 2A ഓഫീസർ. ഇത് 2021 ഏറ്റവും പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ KSR പരീക്ഷയ്ക്ക് പോകുന്നവർ ഏറ്റവും പുതിയ പേ റിവിഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കി പോകേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. എ ഗ്രേഡ് 1 ഓഫീസർ ക്യാൻ ക്യാരി ഡാഷ് കിലോഗ്രാം ഓഫ് പേഴ്സണൽ ഇഫക്ട്സ് ഓൺ ട്രാൻസ്ഫർ ജേർണി. ഒരു ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ യാത്രയിൽ ഡാഷ് കിലോഗ്രാം വ്യക്തിഗത ഇഫക്റ്റുകൾ കൊണ്ടുപോകാൻ കഴിയും. ആൻസർ 3000 കിലോഗ്രാം, 3000 കിലോഗ്രാം. ഡെയിലി അലവൻസ് അഡ്മിസിബിൾ ടു എ ഗ്രേഡ് 2A ഓഫീസർ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിന് പുറത്തുള്ള ഗ്രേഡ് 2A ഓഫീസർക്ക് അനുവദനീയമായ പ്രതിദിന അലവൻസ്. ആൻസർ ₹650, 650 രൂപ. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് ഫോർ ജേർണീസ് ഓൺ ട്രാൻസ്ഫർ ഫോർ എ ഗ്രേഡ് 1 ഓഫീസർ. ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ്റെ ട്രാൻസ്ഫറിൽ യാത്രകൾക്കുള്ള ലോഡിംഗ് അൺലോഡിംഗ് ചാർജുകൾ. ആൻസർ ₹900 അറ്റ് ഈച്ച് എൻഡ്. ഓരോ അവസാനവും 900 രൂപ. മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്സ്. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റുകളുടെ പരമാവധി എണ്ണം. ആൻസർ 5 ഇൻക്രിമെൻറ്റ്സ് ഓഫ് വിച്ച് ലാസ്റ്റ് വൺ ഈസ് ബയാനുവൽ ഇൻക്രിമെൻറ്റ്. 5 ഇൻക്രിമെൻറ്റുകളിൽ അവസാനത്തെ ഒന്ന് ബയാനിയൽ ഇൻക്രിമെൻ്റായി നിലനിൽക്കും. അമൗണ്ട് ഓഫ് സ്പെക്ടക്കിൾ അലവൻസ്. കണ്ണട അലവൻസിൻ്റെ തുക. ആൻസർ ₹1,500 വൺസ് ഇൻ 5 years. 5 വർഷത്തിലൊരിക്കൽ 1500 രൂപ. റേറ്റ് ഓഫ് ഹൗസ് റെൻറ്റ് അലവൻസ് അഡ്മിസിബിൾ ഇൻ എ ക്ലാസ് ബി മുനിസിപ്പാലിറ്റീസ്. ക്ലാസ് ബി മുനിസിപ്പാലിറ്റികളിൽ അനുവദനീയമായ ഭവന വാടക അലവൻസിൻ്റെ നിരക്ക്. ആൻസർ 8% ഓഫ് ബേസിക് പേ, അടിസ്ഥാന ശമ്പളത്തിൻ്റെ 8%. ആൻ എംപ്ലോയി വിത്ത് 6 years ഓഫ് ക്വാളിഫയിങ് സർവീസ് ഡെഡ് വൈൽ ഇൻ സർവീസ് ദ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി അഡ്മിസിബിൾ ഈസ്. 6 വർഷത്തെ യോഗ്യതാ സർവീസുള്ള ഒരു ജീവനക്കാരൻ സർവീസിലിരിക്കെ മരിച്ചു. ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി എത്രയാണ്? ആൻസർ 12 ടൈംസ് ഓഫ് ഇമോലുമെൻറ്റ്സ് ലാസ്റ്റ് ഡ്രോൺ. അവസാനമായി പിൻവലിച്ച ശമ്പളത്തിൻ്റെ 12 തവണ. ഇൻ ദ കേസ് ഓഫ് ഇൻവാലിഡ് പെൻഷൻ മിനിമം ഗ്രാറ്റുവിറ്റി അഡ്മിസിബിൾ ഈസ്. അസാധുവായ പെൻഷൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ ഗ്രാറ്റുവിറ്റിയാണ്. ആൻസർ 12 ടൈംസ് എമോലുമെൻറ്റ്സ് ലാസ്റ്റ് ഡ്രോൺ. അവസാനമായി എടുത്ത 12 മാസത്തെ ശമ്പളം. ഫാമിലി പെൻഷൻ ഓഫ് എ ഡിസീസഡ് നൺ ഓഫ് എ കാത്തലിക് കൺവെൻറ്റ് ഈസ് പേയബിൾ ടു. ഒരു കത്തോലിക്ക മഠത്തിലെ മരിച്ചുപോയ ഒരു കന്യാസ്ത്രീയുടെ കുടുംബ പെൻഷൻ താഴെ പറയുന്നവർക്ക് നൽകണം. ആൻസർ നോ ഫാമിലി പെൻഷൻ ഈസ് അഡ്മിസിബിൾ. കുടുംബ പെൻഷൻ അനുവദനീയമല്ല. മാക്സിമം വെയിറ്റേജ് ഓഫ് ക്വാളിഫയിങ് സർവീസ് ഫോർ ഇൻവാലിഡ് പെൻഷൻ. അസാധുവായ പെൻഷനുള്ള യോഗ്യതാ സേവനത്തിൻ്റെ പരമാവധി വെയിറ്റേജ്. ആൻസർ 5 years, 5 വർഷം. ഇഫ് ആൻ ഓഫീസർ ഈസ് ഓൺ ലീവ് ഫോർ 3 months ഡ്യൂറിങ് ദ ലാസ്റ്റ് 10 months ഓഫ് ഹിസ് സർവീസ് ഹിസ് ആവറേജ് ഇമോലുമെൻറ്റ്സ് ഫോർ പെൻഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ സേവനത്തിൻ്റെ അവസാന 10 മാസത്തിനിടെ 3 മാസത്തേക്ക് അവധിയിലാണെങ്കിൽ പെൻഷൻ്റെ ശരാശരി ശമ്പളം കണക്കാക്കുന്നത്. ആൻസർ പേ ഓഫ് ദ ലാസ്റ്റ് 10 months കൺസിഡറിങ് ദ പീരീഡ് ഓഫ് ലീവ് ആസ് ഡ്യൂട്ടി. അവധി കാലയളവ് ഡ്യൂട്ടിയായി പരിഗണിച്ച് കഴിഞ്ഞ 10 മാസത്തെ ശമ്പളം. മാക്സിമം പീരീഡ് ഓഫ് ക്വാളിഫയിങ് സർവീസ് ടേക്കൺ ഫോർ DCRG. DCRGക്കായി എടുത്ത യോഗ്യതാ സേവനത്തിൻ്റെ പരമാവധി കാലയളവ്. ആൻസർ 33 years, 33 വർഷം. മിനിമം ക്വാളിഫയിങ് സർവീസ് റിക്വയർഡ് ഫോർ സൂപ്പർ ആനുവേഷൻ പെൻഷൻ.
സൂപ്പറാനുവേഷൻ പെൻഷന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ യോഗ്യതാ സേവനം? ആൻസർ 10 years, 10 വർഷം. An employee retired from service on superannuation on 31st May 2023. He was drawing rupees 60,700 from July 1st, 2021 and 62,200 from 1st July 2022. Average emoluments for pensioners. ഒരു ജീവനക്കാരൻ 31/5/2023 സൂപ്പറാനുവേഷനിൽ സർവീസിൽ നിന്ന് വിരമിച്ചു. 1/7/2021 മുതൽ 60,700 രൂപയും 1/7/2022 മുതൽ 62,200 രൂപയുമാണ് അദ്ദേഹം എടുത്തിരുന്നത്. പെൻഷൻ്റെ ശരാശരി ശമ്പളം. ഇത് പെൻഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അപ്പോൾ KSRമായി ബന്ധപ്പെട്ട് ധാരാളം പ്രോബ്ലമാറ്റിക് ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു പുതിയ വീഡിയോ നമ്മൾ വേഗാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 62,200. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനെല്ലാം ബന്ധപ്പെടുത്തിയിട്ട് നമ്മളൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് DCRG കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. മിനിമം ട്രാവലിംഗ് അലവൻസ് അഡ്മിസിബിൾ ഈസ്. അനുവദനീയമായ ഏറ്റവും കുറഞ്ഞ യാത്രാ അലവൻസ് ഏതാണ്? ആൻസർ 1 daily അലവൻസ്, ഒരു പ്രതിദിന അലവൻസ്. ഡെയിലി അലവൻസ് അഡ്മിസിബിൾ ഫോർ ഹാൾട്ട് ഫോർ എ ഗ്രേഡ് 1 ഓഫീസർ വിത്തിൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിനകത്ത് ഗ്രേഡ് 1 ഓഫീസർക്ക് ഹാൾട്ടിന് അനുവദനീയമായ പ്രതിദിന അലവൻസ്. ആൻസർ ₹600, 600 രൂപ. ഇത് പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏറ്റവും പുതിയ പേ റിവിഷൻ നമ്മൾ നോക്കി പോകേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ DAയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ്, എലിജിബിൾ ഫോർ 3 daily അലവൻസ് ഫോർ ഹാൾട്ട് ഫോർ 62 hours. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തുടർന്ന് വരുന്ന വീഡിയോയിൽ നൽകുന്നതായിരിക്കും. ട്രാവലിംഗ് അലവൻസ് അഡ്മിസിബിൾ ഫോർ ജേർണി ഇൻ ഡിപ്പാർട്ട്മെൻ്റൽ വെഹിക്കിൾ. ഡിപ്പാർട്ട്മെൻറ്റ് വാഹനത്തിലെ യാത്രയ്ക്ക് അനുവദനീയമായ യാത്രാ അലവൻസ്. ആൻസർ ഓൺലി ഇൻസിഡൻ്റൽ ചാർജസ് ഫോർ ജേർണി ആൻഡ് ഡെയിലി അലവൻസ് ഫോർ ഹാൾട്ട് ഈസ് അഡ്മിസിബിൾ. യാത്രയ്ക്ക് ആകസ്മിക ചാർജുകളും നിർത്തിയിടുന്നതിനുള്ള പ്രതിദിന അലവൻസും മാത്രമേ അനുവദിക്കൂ. നെക്സ്റ്റ് DA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ KSRൽ ഈ പ്രോബ്ലംസ് അല്ലാത്ത വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് പാസ്സാകാനായിട്ട് 40% മാർക്ക് മാത്രം മതിയാകും. അപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ KSRന് 2 മണിക്കൂറാണ് പരീക്ഷാ സമയം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം പ്രോബ്ലമാറ്റിക്കായ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം തന്നെയാണ്. ഇവിടെ ഗ്രേഡ് 1 ഓഫീസറുടെ ട്രാവലിംഗ് അലവൻസിനെ കുറിച്ചാണ് ചോദ്യം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ₹2,300. Full rate of daily allowance is admissible to a maximum of dash days. പ്രതിദിന അലവൻസിൻ്റെ മുഴുവൻ നിരക്ക് പരമാവധി ഡാഷ് വരെ അനുവദനീയമാണ്. ആൻസർ 10 days, 10 ദിവസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ ട്രാവലിംഗ് അലവൻസ് ഫാമിലി ഇൻക്ലൂഡ്സ്. കുടുംബത്തിൽ ട്രാൻസ്ഫർ ട്രാവൽ അലവൻസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആൻസർ ഓഫീസർ, വൈഫ് ആൻഡ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് സ്റ്റെപ്പ് ചിൽഡ്രൻ. ഓഫീസർ, ഭാര്യ, കുട്ടികൾ, രണ്ടാനമ്മയുടെ കുട്ടികൾ ഉൾപ്പെടെ. ട്രാൻസ്ഫർ ജേർണി ബൈ റോഡ് TA അഡ്മിസിബിൾ ഫോർ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് 3 members ആർ എലിജിബിൾ ഫോർ. 3 അംഗങ്ങൾ അടങ്ങുന്ന കുടുംബത്തിന് റോഡ് വഴിയുള്ള
ട്രാൻസ്ഫർ യാത്രയ്ക്ക് അനുവദനീയമായ TA എത്രയാണ്? ആൻസർ 2 മൈലേജ് അലവൻസ്, 2 മൈലേജ് അലവൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. സബ്സിസ്റ്റൻസ് അലവൻസ് മീൻസ്. ഉപജീവന അലവൻസ് അർത്ഥമാക്കുന്നത്. ആൻസർ മന്ത്ലി അലവൻസ് പെയ്ഡ് ടു ദ ഓഫീസേഴ്സ് ഹു ആർ അണ്ടർ സസ്പെൻഷൻ. സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രതിമാസ അലവൻസ് നൽകുന്നു. മാക്സിമം അമൗണ്ട് ഓഫ് സർവീസ് പെൻഷൻ ഈസ്. സേവന പെൻഷൻ്റെ പരമാവധി തുക. ആൻസർ ₹83,400, 83,400 രൂപ. A government servant who have completed 30 years of qualifying service may be required by the appointing authority to retire from on public interest. What is the procedure to be followed in such cases? 30 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കിയ ഒരു ഗവൺമെൻറ് സർവൻ്റ് പൊതു താൽപ്പര്യത്തിൽ വിരമിക്കാൻ നിയമന അതോറിറ്റി ആവശ്യപ്പെടാം. ഇത്തരം സന്ദർഭങ്ങളിൽ ആദ്യം പാലിക്കേണ്ട നടപടിക്രമം എന്താണ്? ആൻസർ 3 months അഡ്വാൻസ് നോട്ടീസ് ഇൻ ദിസ് റിഗാർഡ്. ഇക്കാര്യത്തിൽ 3 മാസത്തെ മുൻകൂർ അറിയിപ്പ്. മാക്സിമം അമൗണ്ട് ഓഫ് എക്സ്ഗ്രേഷ്യ പെൻഷൻ. എക്സ്ഗ്രേഷ്യ പെൻഷൻ്റെ പരമാവധി തുക. ആൻസർ ₹10,600, 10,600 രൂപ. ഇൻസിഡൻ്റൽ ചാർജസ് അഡ്മിസിബിൾ ഫോർ എയർ ജേണി. വിമാനയാത്രയ്ക്ക് അനുവദനീയമായ ആകസ്മിക നിരക്കുകൾ. ആൻസർ ലിമിറ്റഡ് ടു 1 DA, 1 DA ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. വിച്ച് ഓഫ് ദ ലീവ് ഈസ് നോട്ട് അഡ്മിസിബിൾ ഫോർ ടെമ്പററി ഓഫീസേഴ്സ്. താൽക്കാലിക ഉദ്യോഗസ്ഥർക്ക് അനുവദനീയമല്ലാത്ത അവധി ഏതാണ്? ആൻസർ ലീവ് നോട്ട് ഡ്യൂ. മാക്സിമം നമ്പർ ഓഫ് ഏൺ ലീവ് അറ്റ് ക്രെഡിറ്റ് ഓഫ് എ പാർട്ട് ടൈം എംപ്ലോയി. ഒരു പാർട്ട് ടൈം ജീവനക്കാരൻ്റെ ക്രെഡിറ്റിൽ പരമാവധി സമ്പാദിച്ച അവധി. ആൻസർ 120 days, 120 ദിവസം. സ്പെഷ്യൽ അലവൻസ് അഡ്മിസിബിൾ ടു ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ്. ഭിന്നശേഷിയുള്ള ജീവനക്കാർക്ക് അനുവദനീയമായ പ്രത്യേക അലവൻസ്. ആൻസർ 1,100 രൂപ. ചാർജ് അലവൻസ് ഫോർ ഫുൾ അഡീഷണൽ ചാർജ് ഓഫ് അഡീഷണൽ പോസ്റ്റ്. അഡീഷണൽ തസ്തികയുടെ ഫുൾ അഡീഷണൽ ചാർജിനുള്ള ചാർജ് അലവൻസ്. ആൻസർ ഷുഡ് എക്സീഡ് 14 വർക്കിംഗ് ഡേയ്സ്, 14 പ്രവൃത്തി ദിവസങ്ങൾ കവിയണം. എ ജുഡീഷ്യൽ ഓഫീസർ ബിഫോർ എൻറ്ററിങ് സർവീസ് വാസ് പ്രാക്ടീസിംഗ് ഇൻ ദ ബാർ ഫോർ 8 years. ബാർ സർവീസ് ബിഫോർ എൻറ്ററിങ് സർവീസ് will be treated as qualifying service for pension for a maximum period of. സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ജുഡീഷ്യൽ ഓഫീസർ 8 വർഷമായി ബാറിൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. സേവനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ബാർ സേവനം പരമാവധി കാലയളവിലേക്ക് പെൻഷനുള്ള യോഗ്യതാ സേവനമായി ഡാഷ് കണക്കാക്കും. ആൻസർ 8 years, 8 വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ വിൽ ബി റിസ്റ്റോർഡ് ആഫ്റ്റർ. പെൻഷൻ്റെ കമ്മ്യൂട്ടഡ് ഭാഗം താഴെ പറയുന്നതിന് ശേഷം പുനഃസ്ഥാപിക്കും. ആൻസർ 12 years ഓഫ് കമ്മ്യൂട്ടേഷൻ, 12 വർഷത്തെ കമ്മ്യൂട്ടേഷൻ. മാക്സിമം പീരീഡ് ഓഫ് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അഡ്മിസിബിൾ ഈസ്. അനുവദനീയമായ പ്രത്യേക വൈകല്യ അവധിയുടെ പരമാവധി കാലയളവ്. ആൻസർ 24 months, 24 മാസമാണ് പ്രത്യേക അവശത അവധിയുടെ പരമാവധി കാലയളവ്. ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ഫോർ 1 year ഈസ് എലിജിബിൾ ഫോർ ഏൺ ലീവ് അറ്റ് 1/11 ഫോർ എ മാക്സിമം ഡേയ്സ് ഓഫ്. 1 വർഷത്തേക്ക് നിയമിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന് പരമാവധി ദിവസത്തേക്ക് 1/11 എന്ന രീതിയിൽ സമ്പാദിച്ച അവധിക്ക് അർഹതയുണ്ട്. ആൻസർ 15 days, 15 ദിവസം. ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ഫോർ മോർ ദാൻ 1 year ആൻഡ് അപ് ടു എ പീരീഡ് ഓഫ് 5 years ഈസ് എലിജിബിൾ ഫോർ ഏൺ ലീവ് അറ്റ് 1/11 ഫോർ മാക്സിമം ഓഫ് ഡാഷ് ഡേയ്സ് ഇൻ എ ഇയർ.
1 വർഷത്തിൽ കൂടുതലും 5 വർഷം കാലയളവിലും നിയമിതനായ ഒരു ഉദ്യോഗസ്ഥന് 1 വർഷത്തിൽ പരമാവധി ഡാഷ് ദിവസങ്ങളിൽ അറ്റ് 1/11 ഏൺ അവധിക്ക് അർഹതയുണ്ട്. ആൻസർ 15 days, 15 ദിവസം. In the case of officers applying to leave preparatory to retirement, the maximum earned leave that may be granted at a time is. റിട്ടയർമെൻറ്റിനുള്ള പ്രിപ്പറേറ്ററി അവധിക്ക് അപേക്ഷിക്കുന്ന ഓഫീസർമാരുടെ കാര്യത്തിൽ പരമാവധി ഡാഷ് സമയം അനുവദിച്ചേക്കാവുന്ന സമ്പാദിച്ച അവധി. ആൻസർ 300 days, 300 ദിവസം. ഓഫീസേഴ്സ് ഹു ആർ office bearer of National Federation of Sports and Games and who are members of Kerala Sports Council may granted special casual leave to attend meetings and journey time to maximum period of dash days in a year. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ ഭാരവാഹികളും കേരള സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളുമായ ഉദ്യോഗസ്ഥർക്ക് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും യാത്രാസമയം വർഷത്തിൽ പരമാവധി ഡാഷ് ദിവസങ്ങൾ വരെ പ്രത്യേക കാഷ്വൽ ലീവ് അനുവദിക്കാവുന്നതാണ്. ആൻസർ 30 days, 30 ദിവസം. വാട്ട് ഈസ് കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ്? ലീവ് കമ്മ്യൂട്ടേഷൻ എന്നാൽ എന്താണ്? ആൻസർ കൺവേർഷൻ ഓഫ് വൺ കൈൻഡ് ഓഫ് ലീവ് ടു എനി അതർ കൈൻഡ് ഓഫ് ലീവ് എക്സെപ്റ്റ് ഏൺ ലീവ്. സമ്പാദ്യ അവധി ഒഴികെയുള്ള ഒരു തരത്തിലുള്ള ലീവ് മറ്റേതെങ്കിലും തരത്തിലുള്ള ലീവിലേക്ക് പരിവർത്തനം ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 61. സബ്സ്റ്റാൻറ്റീവ് പേ മീൻസ്. സബ്സ്റ്റാൻറ്റീവ് വേതനം അർത്ഥമാക്കുന്നത്. ആൻസർ പേ എൻടൈറ്റിൽ ടു ആൻ ഓഫീസർ ഫോർ വിച്ച് ഹി ഈസ് ഹോൾഡിംഗ് എ സബ്സ്റ്റാൻറ്റേറ്റീവ് പോസ്റ്റ്. പ്രാധാന്യമുള്ള ഒരു പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥന് അർഹതയുള്ള ശമ്പളം. ഓഫീസേഴ്സ് ഹു ആർ എക്സംപ്റ്റഡ് ഫ്രം പ്രൊഡ്യൂസിംഗ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ ജോയിനിങ് സർവീസ്. സേവനത്തിൽ ചേരുന്നതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ. ആൻസർ ആൻ ഓഫീസർ റിട്ടയർഡ് ആൻഡ് റീഅപ്പോയിൻറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുകയും വിരമിച്ച ഉടൻ തന്നെ വീണ്ടും നിയമിക്കുകയും ചെയ്തു. സർവീസ് വിച്ച് ഈസ് നോട്ട് കൗണ്ടഡ് ഫോർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിനായി കണക്കാക്കാത്ത സേവനം. ആൻസർ ലീവ് വിത്തൗട്ട് അലവൻസ് ഫോർ പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ്. സ്വകാര്യ ജോലിക്കുള്ള അലവൻസുകളില്ലാത്ത അവധി. വാട്ട് ഈസ് ബൈനിയൽ ഇൻക്രിമെൻറ്റ്? എന്താണ് ബൈനിയൽ ഇൻക്രിമെൻറ്റ്? ആൻസർ ഇൻക്രിമെൻറ്റ് ഗ്രാൻറ്റഡ് ഇൻ 2 years. 2 വർഷത്തിനുള്ളിൽ ഇൻക്രിമെൻറ്റ് അനുവദിച്ചു. ബാറിംഗ് ഓഫ് ഇൻക്രിമെൻറ്റ്സ് വിത്ത് കമ്യുലേറ്റീവ് ഇഫക്റ്റ് ഈസ്. കമ്യുലേറ്റീവ് ഇഫക്റ്റ് ഉള്ള ഇൻക്രിമെൻറ്റുകൾ തടയുന്നത്. ആൻസർ ഇൻക്രിമെൻറ്റ്സ് ആർ ബാർഡ് ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ആൻഡ് ലേറ്റർ സാങ്ഷൻ ദം ഓൺലി ആഫ്റ്റർ പീരീഡ് ഓഫ് പണിഷ്മെൻറ്റ് ആൻഡ് വിത്തൗട്ട് എനി പ്രീവിയസ് ഇഫക്റ്റ്. ഇൻക്രിമെൻറ്റുകൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് തടയുകയും പിന്നീട് ശിക്ഷാ കാലയളവിന് ശേഷം മുൻഫലങ്ങളുമൊന്നുമില്ലാതെ മാത്രം അനുവദിക്കുകയും ചെയ്യുന്നു. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് സ്പെക്ടക്കിൾസ് ഈസ് സാങ്ഷൻ ടു ഗവൺമെൻറ് സർവൻറ്റ് ഫോർ. കണ്ണടയുടെ വില തിരിച്ചടവ് സർക്കാർ ജീവനക്കാരനെ അനുവദിച്ചിരിക്കുന്നത്. ആൻസർ വൺസ് ഇൻ 5 years, 5 വർഷത്തിലൊരിക്കൽ. അപ്പോൾ സ്പെക്ടക്കിൾ അലവൻസ് എന്ന് പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കുന്നത്. നിലവിൽ അതിൻ്റെ തുക 1500 രൂപയാണ്. ആൻ ഓഫീസർ വിത്ത് ലെസ് ദാൻ 3 years ഓഫ് സർവീസ് ഈസ് എലിജിബിൾ ഫോർ ലീവ് വിത്തൗട്ട് അലവൻസ് അറ്റ് എ ടൈം അപ് ടു മാക്സിമം ഡേയ്സ് ഓഫ്. 3 വർഷത്തിൽ താഴെ സേവനമുള്ള ഒരു ഉദ്യോഗസ്ഥന് പരമാവധി ഡാഷ് ദിവസങ്ങൾ വരെ അലവൻസുകളില്ലാത്ത അവധിക്ക് അർഹതയുണ്ട്. ആൻസർ 90 days, 90 ദിവസം. മാക്സിമം പീരീഡ് ഓഫ് HRA അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ. സസ്പെൻഷനുള്ള ഒരു ഉദ്യോഗസ്ഥന് അനുവദനീയമായ HRAയുടെ പരമാവധി കാലയളവ്. ആൻസർ 6 months, 6 മാസം. മാക്സിമം നമ്പർ ഓഫ് കോമ്പൻസേഷൻ ലീവ് അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ ഇൻ എ കലണ്ടർ ഇയർ.
ഒരു കലണ്ടർ വർഷത്തിൽ ഒരു ഉദ്യോഗസ്ഥന് അനുവദനീയമായ പരമാവധി നഷ്ടപരിഹാര അവധി. ആൻസർ 15 days, 15 ദിവസം. ഫൈൻഡ് ഔട്ട് ഹാഫ് പേ ലീവ് അറ്റ് ക്രെഡിറ്റ് ഓഫ് ആൻ ഓഫീസർ ആസ് ഓൺ 1st April 2023, എൻഡേഡ് സർവീസ് ഓൺ 26 March 2019. ഹാഫ് പേ ലീവ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 80 ഹാഫ് പേ ലീവാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 72. റേറ്റ് ഓഫ് ചാർജ് അലവൻസ് ഫോർ ഫുൾ അഡീഷണൽ ചാർജ്. ഫുൾ അഡീഷണൽ ചാർജിൻ്റെ ചാർജ് അലവൻസ് നിരക്ക്. ആൻസർ 4% ഓഫ് ദ മിനിമം ഓഫ് അഡീഷണൽ പോസ്റ്റ്. അഡീഷണൽ തസ്തികയുടെ ഏറ്റവും കുറഞ്ഞ തുകയുടെ 4%. നെക്സ്റ്റ് ജോയിനിങ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻ ഓഫീസർ ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ന്യൂ സ്റ്റേഷൻ വിത്തിൻ 8 kilometers റേഡിയസ് ആൻഡ് റിലീവഡ് ഓൺ May 20, 2023 Saturday. When should he join in the new station? ഒരു ഉദ്യോഗസ്ഥനെ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പുതിയ സ്റ്റേഷനിലേക്ക് മാറ്റുകയും 20/5/2023 ശനിയാഴ്ച വിമുക്തനാവുകയും ചെയ്തു. അവൻ എപ്പോഴാണ് പുതിയ സ്റ്റേഷനിൽ ചേരേണ്ടത്? ആൻസർ May 22, 2023, 22 May 2023. An officer is transferred to foreign service and relieved on 29 April 2023 and reported for duty in foreign service on 9 May 2023. From which date the foreign service begin? ഒരു ഉദ്യോഗസ്ഥനെ വിദേശ സർവീസിലേക്ക് മാറ്റുകയും 29/4/2023 റിലീവ് ചെയ്യുകയും 9/5/2023 വിദേശ സേവനത്തിൽ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഏത് തീയതി മുതൽ വിദേശ സേവനം ആരംഭിക്കും? ഇവിടെ ആൻസർ വരുന്നത് 30 April 2023, 30 April 2023. ഇൻ്റർമീഡിയറ്റ് ഹാൾട്ട് ഈസ് അഡ്മിസിബിൾ ഫോർ ലോങ് ജേർണീസ്. മിനിമം ഡിസ്റ്റൻസ് അഡ്മിസിബിൾ ഫോർ ഇൻ്റർമീഡിയറ്റ് ഹാൾട്ട് ഈസ്. ദീർഘദൂര യാത്രകൾക്ക് ഇൻ്റർമീഡിയറ്റ് ഹാൾട്ട് അനുവദനീയമാണ്. ഇൻ്റർമീഡിയറ്റ് ഹാൾട്ടിന് അനുവദനീയമായ ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ 200 kilometers, 200 kilometers. An officer on tour is provided with free lodging. What is the rate of DA admissible for halt? പര്യടനത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് സൗജന്യ താമസ സൗകര്യം നൽകുന്നു. ഹാൾട്ടിന് അനുവദനീയമായ DA നിരക്ക് എത്രയാണ്? ആൻസർ 2/3 DA അഡ്മിസിബിൾ. 2/3 DA അനുവദനീയമാണ്. ഹൗ മെനി ഡേയ്സ് ആൻ ഓഫീസർ ക്യാൻ ഹാൾട്ട് അറ്റ് ഔട്ട് സ്റ്റേഷൻ? ഔട്ട് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥന് എത്ര ദിവസം വരെ ഹാൾട്ട് ചെയ്യാൻ സാധിക്കും? ആൻസർ അപ് ടു 10 days, 10 ദിവസം വരെ. എ ഗ്രേഡ് 1 ഓഫീസർ ഓൺ ഹിസ് ട്രാൻസ്ഫർ ജേർണി ഫ്രം ട്രിവാൻഡ്രം ടു കോഴിക്കോട് ബൈ റെയിൽ ഹാസ് റിപ്പോർട്ടഡ് ഹിസ് മോട്ടോർ കാർ ബൈ റെയിൽ. For transporting his motor car, he is entitled to receive. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് റെയിൽ മാർഗം ട്രാൻസ്ഫർ യാത്രയ്ക്കിടെ ഗ്രേഡ് 1 ഓഫീസർ തൻ്റെ മോട്ടോർ കാർ റെയിൽവേ വഴി കയറ്റി അയച്ചു. അവൻ്റെ മോട്ടോർ കാർ കൊണ്ടുപോകുന്നതിന് അയാൾക്ക് ലഭിക്കാൻ അർഹതയുള്ളത്. ആൻസർ ആക്ച്വൽ ഗുഡ്സ് ഫെയർ വിത്ത് സെക്കൻഡ് ക്ലാസ് റെയിൽ ടിക്കറ്റ് ഫോർ ഡ്രൈവർ. ഡ്രൈവർക്കുള്ള 2ാം ക്ലാസ് റെയിൽ ടിക്കറ്റിനൊപ്പം യഥാർത്ഥ ചരക്ക് നിരക്ക്. സാങ്ഷനിങ് അതോറിറ്റി ഓഫ് ഇൻക്രിമെൻറ്റ് ഓഫ് ആൻ ഓഫീസർ ഇൻ ഫോറിൻ സർവീസ്. വിദേശ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇൻക്രിമെൻറ്റ് അനുവദിക്കുന്നതിനുള്ള അധികാരം. ആൻസർ പാരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, മാതൃവകുപ്പ്. ജേർണീസ് ഓൺ ട്രാൻസ്ഫർ ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം. ട്രാൻസ്ഫർ വഴിയുള്ള യാത്രകൾ ഇതിൽ നിന്ന് കണക്കാക്കുന്നു. ആൻസർ ഫ്രം റെസിഡൻറ്റ് ടു റെസിഡൻറ്റ്, താമസ സ്ഥലം മുതൽ താമസ സ്ഥലം വരെ. A grade 1 officer performed his journey partly by rail and partly by road on same day, 120 km by rail and 61 km by road. What is the rate of incident charges admissible? ഇത് DA യുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്.
ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എലിജിബിൾ ടു ക്ലെയിം ഹാഫ് DA ഫോർ റോഡ് ജേണി ആൻഡ് റെയിൽ ജേണി. ട്രാൻസ്ഫർ ഓഫ് ജേണീസ് പെർഫോമഡ് ബൈ ഗ്രേഡ് 1 ഓഫീസർ by road from Kozhikode to Sultan Bathery 120 kilometers accompanied by his wife. He is entitled to receive. ഗ്രേഡ് 1 ഓഫീസർ കോഴിക്കോട് നിന്ന് റോഡ് മാർഗം സുൽത്താൻ ബത്തേരിയിലേക്ക് 120 കിലോമീറ്റർ ഭാര്യയുമായുള്ള ട്രാൻസ്ഫർ യാത്രയിൽ സ്വീകരിക്കാൻ അയാൾക്ക് അർഹതയുള്ളത് എത്രയാണ്? ആൻസർ ട്വൈസ് ദ മൈലേജ്. മൈലേജിൻ്റെ ഇരട്ടി. Family of an officer who dies while in service is eligible for transfer TA to the destination they wish to reside. The period allowed to claim such transfer TA is. സർവീസിലിരിക്കെ മരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിന് അവൻ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ടിഎക്ക് അർഹതയുണ്ട്. അത്തരം ട്രാൻസ്ഫർ ടിഎ ക്ലെയിം ചെയ്യാൻ അനുവദിച്ച കാലയളവ്. ആൻസർ 3 months, 3 മാസം. Physically disabled employees who are receiving special conveyance allowance are eligible for special casual leave for treatment in a calendar year for. സ്പെഷ്യൽ കൺവേയൻസ് അലവൻസ് ലഭിക്കുന്ന ശാരീരിക വൈകല്യമുള്ള ജീവനക്കാർക്ക് ഒരു കലണ്ടർ വർഷത്തിൽ ചികിത്സയ്ക്കായി പ്രത്യേക കാഷ്വൽ ലീവിന് അർഹതയുണ്ട്. ആൻസർ 15 days, 15 ദിവസം. കോമ്പൻസേഷൻ ലീവ് ഷാൾ നോട്ട് ബി അക്യുമുലേറ്റഡ് ഫോർ മോർ ദാൻ. കോമ്പൻസേഷൻ ലീവ് താഴെ പറയുന്നതിൽ കൂടുതലായി ശേഖരിക്കാൻ പാടില്ല. ആൻസർ 10 days, 10 ദിവസം. ആൻ അക്യൂസ്ഡ് ഓഫീസർ ഹു റിക്വയർഡ് ടു അപ്പിയർ ബിഫോർ ദ ഡിസിപ്ലിനറി പ്രൊസീഡിംഗ് ട്രിബ്യൂണൽ ഈസ് പെർമിറ്റഡ് ടു അവൈൽ. അച്ചടക്ക നടപടി ട്രൈബ്യൂണലിൽ ഹാജരാകേണ്ട കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെ പ്രയോജനപ്പെടുത്താൻ അനുവാദമുണ്ട്. ആൻസർ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഫോർ ഓൺവേഡ് ആൻഡ് റിട്ടേൺ ജേണി. മുന്നോട്ടുള്ള യാത്രയ്ക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കും പ്രത്യേക കാഷ്വൽ ലീവ്. ലീവ് ദാറ്റ് കാനോട്ട് ബി ഗ്രാൻറ്റഡ് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് മെറ്റേണിറ്റി ലീവ്. പ്രസവാവധിയുടെ തുടർച്ചയായി അനുവദിക്കാൻ കഴിയാത്ത അവധി. ആൻസർ കാഷ്വൽ ലീവ്. കമ്പൽസറി ഡിഡക്ഷൻ ഫ്രം സബ്സിസ്റ്റൻസ് അലവൻസ് ഫോർ ആൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ. സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉപജീവന അലവൻസിൽ നിന്ന് നിർബന്ധിത കിഴിവ്. ആൻസർ സബ്സ്ക്രിപ്ഷൻ ടുവേർഡ്സ് GIS. GISലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ. റേറ്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ഈസ്. ഉപജീവന അലവൻസിൻ്റെ നിരക്ക് എത്രയാണ്? ആൻസർ ഈക്വൽ ടു ഹാഫ് പേ ലീവ് സാലറി. ഹാഫ് പേ ലീവ് സാലറിക്ക് തുല്യം. When an officer is suspended while on leave without allowances, he is eligible for subsistence allowance only from. ഒരു ഉദ്യോഗസ്ഥൻ അവധിയിലായിരിക്കുമ്പോൾ അലവൻസുകളില്ലാതെ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ അയാൾക്ക് ഉപജീവന അലവൻസിന് അർഹതയുണ്ട്. ആൻസർ ഓൺലി ഫ്രം ദ നെക്സ്റ്റ് ഡേ ഓഫ് കംപ്ലീഷൻ ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസസ്. അലവൻസുകളില്ലാതെ അവധി പൂർത്തിയാക്കിയതിൻ്റെ അടുത്ത ദിവസം മുതൽ. A temporary government servant who have completed 1 year of service can be granted leave without allowance for treatment of TB, leprosy, cancer for a maximum period of. ഒരു വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയ ഒരു താൽക്കാലിക ഗവൺമെൻറ് സേവകനെ TB, കുഷ്ഠരോഗം, ക്യാൻസർ എന്നിവയുടെ ചികിത്സയ്ക്കായി അലവൻസുകളില്ലാതെ അവധി അനുവദിക്കുന്നതിലെ പരമാവധി കാലയളവ്. ആൻസർ 18 months, 18 മാസം. ലീവ് വിച്ച് കാനോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ എലിജിബിൾ ലീവ്. മറ്റ് യോഗ്യതയുള്ള അവധികളുമായി സംയോജിപ്പിക്കാൻ കഴിയാത്ത അവധി. ആൻസർ LWA അണ്ടർ അപ്പൻഡിക്സ് 12. അനുബന്ധം 12 കീഴിലുള്ള LWA. മാക്സിമം പീരീഡ് ഓഫ് സ്റ്റഡി ലീവ് ഈസ്. പഠന അവധിയുടെ പരമാവധി കാലയളവ്. ആൻസർ 24 months, 24 മാസം. ഹോസ്പിറ്റൽ ലീവ് ഈസ് ഗ്രാൻറ്റഡ് ടു. ആശുപത്രി ലീവ് അനുവദിച്ചിരിക്കുന്നത്. ആൻസർ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. എല്ലാ വകുപ്പുകളുടെയും ലാസ്റ്റ് ഗ്രേഡ് സേവകർക്ക്. ഡയസ്നോൺ വിൽ നോട്ട് കൗണ്ട് ഫോർ. ഡയസ്നോൺ എന്തിന് കണക്കാക്കില്ല? ആൻസർ ഏൺ ലീവ്, സമ്പാദിച്ച അവധി.
സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഈസ് ട്രീറ്റഡ് ആസ്. പ്രത്യേക അവശത അവധി ഇപ്രകാരമാണ് പരിഗണിക്കുന്നത്. ആൻസർ ഡ്യൂട്ടി. ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് പ്രത്യേക വൈകല്യാവധി പരിഗണിക്കുന്നത്. ലീവ് സാലറി അഡ്മിസിബിൾ ഫോർ സ്റ്റഡി ലീവ്. ലീവ് ശമ്പളം പഠനാവധിക്ക് അനുവദനീയമാണ്. ആൻസർ ലീവ് സാലറി ഈസ് നോട്ട് അഡ്മിസിബിൾ. അവധി ശമ്പളം അനുവദനീയമല്ല. വാട്ട് ഈസ് എക്സ്ഗ്രേഷ്യ അലവൻസ്? എന്താണ് എക്സ്ഗ്രേഷ്യ അലവൻസ്? ആൻസർ അലവൻസ് ഗ്രാൻഡഡ് ടു ദ ഓഫീസേഴ്സ് ഹൂ ആർ ഓൺ ലീവ് വിത്തൗട്ട് അലവൻസസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ, ലെപ്രോസി, ട്യൂബർകുലോസിസ് എക്സെട്ര. ക്യാൻസർ, കുഷ്ഠരോഗം, ക്ഷയം മുതലായവയുടെ ചികിത്സയ്ക്കായി അലവൻസുകളില്ലാതെ അവധിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ച അലവൻസ്. വാട്ട് ഈസ് ഫോറിൻ സർവീസ്? എന്താണ് വിദേശ സേവനം? ആൻസർ സർവീസ് ഓൺ വിച്ച് ആൻ ഓഫീസർ റിസീവ്സ് പേ ആൻഡ് അലവൻസ് ഫ്രം എനി സോഴ്സ് അതർ ദാൻ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് ദ സാങ്ഷൻ ഓഫ് ഗവൺമെൻറ്. സർക്കാരിൻ്റെ അനുമതിയോടെ സംസ്ഥാനത്തിൻ്റെ ഏകീകൃത ഫണ്ട് ഒഴികെയുള്ള ഏതെങ്കിലും സ്രോതസ്സിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ശമ്പളവും അലവൻസുകളും സ്വീകരിക്കുന്ന സേവനം. കമ്മ്യൂട്ടഡ് ലീവ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു ദ ഓഫീസർ ഹൂ ആർ കംപ്ലീറ്റഡ് ഡാഷ് ഇയർ ഓഫ് സർവീസ്. ഡാഷ് വർഷം സർവീസ് പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥന് കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കാം. ആൻസർ 3 years, 3 വർഷം. അപ്പോൾ ഇത്രയാണ് 2024 ജനുവരി ചോദിച്ച KSR ലോവർ പരീക്ഷയുടെ 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇതിലൊരു 20-25% ചോദ്യങ്ങളും പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വരുന്ന ഒരു എളുപ്പമുള്ള ചോദ്യങ്ങളുടെ ഒരു ശതമാനമുണ്ട്, 70% ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് പാസ്സാവാനായിട്ട് 40% അബവ് മാർക്ക് മാത്രം മതിയാകും. അപ്പോൾ പരീക്ഷാ പേപ്പർ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ ഏറ്റവും വേഗത്തിൽ തന്നെ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ധാരാളം മുൻകാല വർഷ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം പിക്ക് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലെത്താൻ സാധിക്കും. കൂടാതെ പെയർ റിവിഷൻ ഏറ്റവും പുതിയത് നമ്മൾ നോക്കി പോകേണ്ടതുണ്ട്. 2021 പെയർ റിവിഷൻ നമ്മൾ എന്തായാലും ഇനി വരുന്ന പരീക്ഷയ്ക്ക് നോക്കി പോകേണ്ടതുണ്ട്. കൂടാതെ ടെക്സ്റ്റ് ബുക്കുകളിലെ ഡെഫിനിഷൻസിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നതായി കാണുന്നുണ്ട്. അപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പ്രോബ്ലമാറ്റിക് ചോദ്യങ്ങളെല്ലാം നമ്മൾ വിശദീകരണം നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.